إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار. أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ولا تجادل عن الذين يختانون أنفسهم إن الله لا يحب من كان خوانا أثيما. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനും നമ്മുടെ സൃഷ്ടാവുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും അവൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ ജീവിതത്തിൽ യഥാവിധി പകർത്തിയും പാലിച്ചു അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകളിൽ പെടാൻ പരമാവധി പരിശ്രമിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം റബ്ബുൽ ഇസ്സത്തിനെ സന്തോഷപൂർവ്വം കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസത്തിലെ ജുമായിൽ പങ്കെടുക്കുന്ന ശ്രോതാക്കൾ എന്ന നിലക്ക് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ ആമുഖമായിട്ട് പറയുകയാണ്. ഒന്നാമത്തത് മുന്നിലത്തെ സൊഫിൻ്റെ പ്രാധാന്യം. വിടവുകളില്ലാത്ത വിധത്തിൽ പരമാവധി മുന്നോട്ട് കയറി നിൽക്കുക, കയറിയിരിക്കുക. മുന്നിലോട്ട് ഇരിക്കുന്ന ആളുകൾക്ക് തന്നെയാണ് പ്രതിഫലത്തിലും അവർ തന്നെയാണ് മുൻപന്തിയിലുണ്ടാകുക. മുന്നിലത്തെ സൊഫും ബാഗിൻ്റെ പ്രതിഫലവും ഒക്കെ അറിഞ്ഞിരുന്നെങ്കിൽ അവർ അതിനു വേണ്ടിയിട്ട് മത്സരിക്കുമായിരുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുപോലെ തന്നെയാണ് നിങ്ങൾ വളരെ സാഗൂതം ഖുതുബ ശ്രദ്ധിക്കുക എന്നുള്ളത്. അലസമായിരിക്കാതെ, മറ്റേ ഏർപ്പാടുകളിലൊന്നും പെടാതെ, ഫോണിൽ കളിക്കാതെ, സംസാരിക്കാതെ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. സംസാരിക്കുന്ന ആളുകളോട് സംസാരിക്കരുതേ എന്ന് പറയുന്ന ആളുകളുടെ ജുമായും അവർക്ക് നഷ്ടപ്പെടുന്നതാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും സൂക്ഷ്മത നൽകുമാറാവട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് നടന്നിരിക്കുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്താണ് ഞാൻ അവസാനമായി ഓതി വച്ചിരിക്കുന്നത്. ഈ ആയത്ത് ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള പശ്ചാത്തലത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വഹാബികൾ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രംഗം. ആ സമയത്ത് റിഫായത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ സഹാബിയുടെ ഒരു പടയങ്കി മോഷണം പോവുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഘത്തിൽ നിന്നാണ് അത് മോഷണം പോകുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു വലിയ പാഠം ഈ സംഭവത്തിൽ നമുക്കുള്ളതാണ്. ഉബൈരിക്കിൻ്റെ മകൻ
ബഷീർ എന്ന ആളാണ് ഇതിൻ്റെ പിന്നിലെന്ന സൂചനകളൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ബഷീർ ആ വിവരം അറിയുകയും തന്നെ പിടിക്കപ്പെടും, സമൂഹത്തിനിടയിൽ ഞാൻ വളരെ മോശക്കാരനായിട്ട് മാറുമെന്നൊക്കെ മനസ്സിലാക്കിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ആളുകളെയൊക്കെ വിളിച്ച് അദ്ദേഹം ഒരു മീറ്റിംഗ് ഇരിക്കുകയാണ്. ഇത് പരിശുദ്ധ ഖുർആനിലെ ആയത്തിൻ്റെ പശ്ചാത്തലം. അപ്പം ഞാനാണത് മോഷ്ടിച്ചത്, മോഷ്ടാവ് ഞാനാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടാൽ കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തിയിരിക്കുകയാണ്. അത് നമുക്കും നമ്മുടെ കുടുംബത്തിനുമൊക്കെ മോശപ്പേരാണ്. നാട്ടിൽ പേര് കേട്ട കുടുംബമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ബഷീർ തൻ്റെ കുടുംബക്കാരോട് ഈ കേസ് എങ്ങനെയെങ്കിലും അട്ടിമറിച്ചിട്ടില്ലെങ്കിൽ, ഇതിനിടയിൽ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ നമ്മളെല്ലാവരും നാണക്കേടിലാകുമെന്നുള്ളതാണ് അവരുടെ ചർച്ച വന്നത്. അങ്ങനെ അവസാനം അവരൊരു വഴി കണ്ടു. ഈ മോഷ്ടിച്ച തൊണ്ടി മുതൽ ഒരു യഹൂദന്റെ വീട്ടിൽ കൊണ്ടുപോയി വെക്കുക. അങ്ങനെ ആലോചിച്ചത് പ്രകാരം ഒരു രാത്രിയിൽ അത് അവരൊരു യഹൂദന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് അവർ തന്നെ പ്രചരിപ്പിച്ചു, മോഷണം പോയ വസ്തു യഹൂദന്റെ വീട്ടിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണും, അദ്ദേഹം എടുത്തിട്ടുണ്ടാകും. അങ്ങനെ ആ യഹൂദനെ പിടിക്കപ്പെടണം, ആ മോഷ്ടാവിനെ പ്രഖ്യാപിക്കപ്പെടണം. ആളുകളൊക്കെ ഇങ്ങനെ പലതും ചർച്ച ചെയ്യുകയാണ്. ബഷീർ നിരപരാധിയാണെന്ന് തെളിയണം. അങ്ങനെ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തിയ ഈ കേസ് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം വാദങ്ങൾ കേൾക്കുക, ഈ തെളിവുകൾ മനസ്സിലാക്കുക, സത്യസന്ധമായ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് വിധി പറയുക എന്നതല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തിട്ടല്ലാത്ത വിധം പ്രവാചകൻ ഒരു അദൃശ്യകാര്യം പോലും അറിയില്ല എന്നൊരു സംഭവം കൂടി ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രവാചകന്റെ ഖുറാകളായ ആളുകളെ വട്ടം വെച്ച് പിടിച്ച് ഓരോരുത്തരെയും കൊന്ന സമയത്ത് ഒരു സഹാബി പ്രാർത്ഥിച്ചിരുന്നല്ലോ, അല്ലാഹുവേ ഈ ഒരു വാർത്ത നീ എൻ്റെ റസൂലിനെ അറിയിക്കണേ. പ്രവാചകന് തൻ്റെ ആളുകൾ ഇന്ന നാട്ടിൽ വെച്ച് ആക്രമിക്കപ്പെടുന്നു എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പ്രവാചകന് ത്വായിഫിലേക്ക് ഞാൻ രക്ഷാ ആവശ്യാർത്ഥം പോയി കഴിഞ്ഞാൽ ത്വായിഫിൽ നിന്ന് എൻ്റെ ഉമ്മയുടെ കുടുംബക്കാരും അമ്മാവന്മാരും തന്നെ ആക്രമിക്കില്ല എന്ന് പ്രവാചകൻ ആദ്യം അറിയാമായിരുന്നെങ്കിൽ റസൂൽ ത്വായിഫിലേക്ക് പോകുമായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ പ്രവാചകന് ഇവിടുത്തെ ആളുകളടക്കം പലരും പറയുന്നത് പോലെ ഒരു ദൈവികത ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിന്റെ മുഅ്ജിസത്തും അള്ളാഹു നൽകുന്ന വഹീന്റെ അടിസ്ഥാനത്തിൽ ഇടപെടാൻ അറിയുമെന്നല്ലാതെ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് കേട്ട അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെളിവുകളും വർത്താനങ്ങളുമെല്ലാം യഹൂദനെതിരെ വരികയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഷീർ നിരപരാധിയാണെന്നും യഹൂദൻ മോഷ്ടാവാണെന്നും പ്രഖ്യാപിച്ചൊരു സന്ദർഭം. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, പ്രിയപ്പെട്ടവരെ, ഈ ആയത്ത് ഇറങ്ങിയതിൽ നമുക്കെല്ലാവർക്കും പാഠമുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇത് വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിധി പറഞ്ഞതും ബഷീർ നിരപരാധിയാണെന്ന് പ്രഖ്യാപിച്ചതുമെല്ലാം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തിറങ്ങുന്നതിന്റെ ഒരു പശ്ചാത്തലം രൂപപ്പെട്ടു. വലാ തുജാദിൽ അനിൽ ലദീന യഖ്താനൂന അൻഫുസഹും ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന ഖവ്വാനൻ അസീമ. നിങ്ങളുടെ സ്വന്തത്തോട് വഞ്ചന കാണിച്ചവർക്ക് വേണ്ടി, വഞ്ചന പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി നീ തർക്കം നടത്തരുത്. നിശ്ചയമായും മഹാവഞ്ചകനും മഹാപാപിയുമായവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നതല്ല. എന്നിട്ട് അടുത്ത ആയത്ത് യസ്തഖ്ഫൂന മിനന്നാസ്, അവർ മനുഷ്യരിൽ നിന്ന് മറച്ചു വെക്കുന്നു. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അവർക്ക് അല്ലാഹുവിൽ നിന്ന് അതൊന്നും ഒളിച്ചു വെക്കാൻ സാധ്യമേ അല്ല. പൊതുജനങ്ങളിൽ നിന്ന് സത്യത്തെ മൂടിവെക്കാൻ ആളുകൾക്ക് കഴിയും, പക്ഷേ അവർക്കത് അല്ലാഹുവിൽ നിന്ന് ഒളിച്ചു വെക്കാൻ കഴിയുന്നതല്ല. വഹുവ, അവൻ അവരുടെ കൂടെയുണ്ട്. അവർ തൃപ്തിപ്പെടാത്ത വാക്കുകൾ പറയാൻ അവർ രാത്രി പരിപാടി ഇടുമ്പം, അവർ ഗൂഢാലോചന നടത്തുമ്പോൾ അല്ലാഹു അവരുടെ കൂടെയുണ്ട്. എന്നിട്ടെന്താ പറയാ, വകാന അല്ലാഹു ബിമാ യഅമലൂന മുഹീത, അല്ലാഹു അവർ പ്രവർത്തിക്കുന്നതിനെ വലയം ചെയ്യുന്ന, കൃത്യമായി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. പ്രിയപ്പെട്ടവരെ, അവർ ഈ മീറ്റിംഗ് കൂടിയതും നിരപരാധിയെ കുറ്റവാളിയാക്കിയ കാര്യങ്ങൾ തീരുമാനിച്ചതുമെല്ലാം അള്ളാഹുവിന്റെ സാന്നിധ്യത്തിലാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹ് തുടരുകയാണ്, ഈ മഹാപാതകം നടത്തിയ കൂട്ടരാണ് നിങ്ങൾ. ഐഹിക ജീവിതത്തിൽ അവർക്ക് വേണ്ടി നിങ്ങൾ തർക്കം നടത്തി. എന്നാൽ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ കോടതിയിൽ അവർക്ക് വേണ്ടി ആരാണ് തർക്കം നടത്തുക? ആരാണ് അവരുടെ ബാധ്യത ഏറ്റെടുക്കുക? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ചോദ്യമാണ്.
പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും വല്ല തിന്മയും പ്രവർത്തിക്കുകയോ തന്നോട് തന്നെ അക്രമം പ്രവർത്തിക്കുകയോ ചെയ്താൽ, ഖുർആനിലെ ആയത്താണ്, വമൻ യഅമൽ സൂഅൻ ഔ യദ്ലിം നഫ്സഹു സുമ്മ യസ്തഗ്ഫിരില്ലാഹ യജിദില്ലാഹ ഗഫൂറർ റഹീമ. ആരെങ്കിലും വല്ല തിന്മയും പ്രവർത്തിക്കുകയോ തന്നോട് തന്നെ അക്രമം കാണിക്കുകയോ ചെയ്താൽ പിന്നീട് അള്ളാഹിനോട് പാപമോചനം ചെയ്യുകയും ചെയ്താൽ അവർ അള്ളാഹുവിനെ വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമായിട്ട് അവരെ കണ്ടെത്തുന്നതാണ് അള്ളാഹ്. വമൻ യക്സിബ് ഇസ്മൻ ഫഇന്നമാ യക്സിബു അലാ നഫ്സിഹി വകാന അല്ലാഹു അലീമൻ ഹകീമ. ആരെങ്കിലും ഒരു പാപം സമ്പാദിച്ചു പ്രവർത്തിച്ചു വെക്കുന്ന പക്ഷം അവന്റെ തന്നെ ദോഷത്തിനിടയായിട്ടാണ് അവനത് ചെയ്യുന്നത്. അത് തനിക്ക് തന്നെ എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്, സമ്പാദിക്കുന്നത്. അള്ളാഹു എല്ലാം അറിയുന്നവനാകും. ഈ ആയത്തിറങ്ങിയത് 1400 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും ബാധ്യതയുള്ളത്, ആണായാലും പെണ്ണായാലും സത്യസന്ധത നിർബന്ധമാണ്. ഇൽമ് പഠിക്കും മുമ്പ് സത്യസന്ധത പഠിക്കുക. ആരായാലും ശരി, സത്യം പറഞ്ഞാൽ പോരാ, സത്യം വിശ്വസിച്ചാൽ പോരാ. ഖുറാനിൽ ഒരുപാട് സ്ഥലത്തുണ്ട് വലാ തക്തുമു ഷഹാദ. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിലെ അവസാന ഭാഗം, വമൻ യക്തുമുഹാ ഫഇന്നഹു ആതിമു ഖൽബു. നിങ്ങൾ സാക്ഷ്യം പറയുന്ന കാര്യത്തിൽ എന്ത് ചെയ്യരുത്, അത് മറച്ചു വെക്കാൻ പാടില്ല. നമുക്കൊരു തെറ്റ് ഒരാൾ ചെയ്തിട്ടുണ്ട്, നമുക്കറിയാം അയാളെ തെറ്റ് ചെയ്ത്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് പറയില്ല. ഒരക്രമം കണ്ടവരെ നമ്മൾ വെറുതെ അതിൽ തലയിടണ്ട. ഞാനത് പറഞ്ഞിട്ട് ഇനി അയാൾ എന്നോടൊരു പ്രയാസത്തിലേക്ക് വരണ്ട. ചില ആളുകൾ ചില സാക്ഷ്യം പറയാത്തതിൻ്റെ പേരിൽ അവകാശങ്ങൾ വരെ ചില ദുർബലരായ ആളുകൾക്ക് നഷ്ടപ്പെടാറുണ്ട്. ചില ആളുകൾ ചിലരെ വഞ്ചിക്കും. 4 മക്കളുള്ള വാപ്പാൻ്റെ 3 മക്കൾ 4-മനെ വഞ്ചിക്കുമ്പം അത് തിരിച്ചറിയുന്ന ആളുകൾ പോലും അനങ്ങാതെ നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സാക്ഷ്യം പറയുന്നിടത്ത് നമ്മൾ സാക്ഷ്യം പറയാത്തതിൻ്റെ പേരിൽ ഒരാൾക്കെതിരെ വല്ല അനീതിയും നമ്മുടെ നാട്ടിൽ നടപ്പിലായാൽ, ഒരാൾക്ക് കിട്ടേണ്ട വല്ല അവകാശവും നമ്മളുടെ ആ സാക്ഷ്യം പറയാത്തതിൻ്റെ പേരിൽ അയാൾക്ക് നഷ്ടപ്പെട്ടാൽ അതിനൊക്കെയും ശിക്ഷയുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തെ നമുക്കെല്ലാവർക്കും പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുലിൽ ഹഖ്, നിങ്ങൾ സത്യമേ പറയാവൂ, വലൗ കാന മുറ, അതെത്ര കയ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കിയാൽ നിങ്ങൾക്കതിൽ ജാള്യത ഒരുപക്ഷെ വന്നേക്കും, നിങ്ങൾ അനപമാനിതനായി മാറും, ചിലപ്പോൾ നിങ്ങൾക്ക് വല്ലതും നഷ്ടപ്പെടാം, എങ്കിലും നിങ്ങൾ സത്യമേ പറയാം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ നീതിയിൽ വർത്തിക്കുക എന്നത് അയാളുടെ ഇസ്ലാമിനെ, അയാളുടെ വിശ്വാസത്തെ കാണിക്കുന്ന ഒന്നാണ്. മാത്രവുമല്ല, സത്യം എവിടെയാണെങ്കിലും നമ്മൾ അവിടെയാണ് ഉണ്ടാവേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ് വലൗ അലാ അൻഫുസികും അവിൽ വാലിദൈനി വൽ അഖറബീൻ ഇൻ യകുൻ അലിയൻ ഔ ഫഖീറൻ ഫല്ലാഹു ഔലാ ബിഹിമാ. ഖുർആൻ പറയുകയാണ്, സത്യവിശ്വാസികളെ, നിങ്ങൾ നീതിയുടെ ഭാഗത്ത് നിലകൊള്ളണം. എന്നിട്ട് പറഞ്ഞു, സത്യത്തിന്റെ സാക്ഷികളായിക്കൊണ്ട് നിങ്ങൾ നിലകൊള്ളണം. അത് നിങ്ങൾക്ക് തന്നെ എതിരായാൽ, കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ് വലൗ അലാ അൻഫുസികും, അത് നിങ്ങൾക്ക് തന്നെ എതിരായാലും ശരി, അവിൽ വാലിദൈനി വൽ അഖറബീൻ, അത് നിങ്ങളുടെ മാതാപിതാക്കൾക്കും കുടുംബക്കാർക്കും എതിരായിരുന്നാലും ശരി. നമ്മൾ നിൽക്കുന്ന പക്ഷം, നമ്മളൊരു ഭാഗത്ത് പക്ഷം ചേർന്നാൽ അതെന്റെ ബാപ്പാക്കെതിരാകുമോ, എൻ്റെ ഉമ്മാക്കെതിരാകുമോ, എൻ്റെ കുടുംബക്കാർക്കെതിരാകുമല്ലോ എന്നൊന്നും നിങ്ങൾ നോക്കരുത് എന്നാ ഖുർആൻ. സൂറത്തു നിസായിലെ 135-ാമത്തെ ആയത്തും അതിന്റെ അർത്ഥവും വിശദീകരണവും പ്രിയപ്പെട്ടവരെ നിങ്ങൾ വായിക്കണം. സൂറത്തു നിസാ 135 എന്താ പറഞ്ഞത്? അവിൽ വാലിദൈനി വൽ അഖറബീൻ ഇൻ യകുൻ ഗനിയൻ ഔ ഫഖീറൻ, ഒരു ഭാഗത്തുള്ള കക്ഷി പണക്കാരനായാലും ശരി, ഇനി പാവപ്പെട്ടവനായാലും ശരി, പ്രമാണിയായാലും ദരിദ്രനായാലും ശരി, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കക്ഷി ചേരും മുമ്പ് നിങ്ങളുടെ സത്യത്തിന്റെ ഭാഗത്തേക്ക് നിങ്ങൾ നിൽക്കണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, പരിശുദ്ധ ഖുർആനിലെ മറ്റൊരായത്താണ്, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കുവിൻ. ആരെ വിളിച്ചിട്ടാ പറയുന്നത്? അല്ലാഹനെ സൂക്ഷിക്കാൻ ഈമാനുള്ള ആളുകളെ വിളിച്ചിട്ടാ പറയുന്നത്. ഇത്തഖുല്ലാഹ വകൂനു മഅസ് സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരോടൊപ്പം നിൽക്കും, നിങ്ങൾ സത്യത്തോടൊപ്പം ചേർന്ന് നിൽക്കും. കാരണം അവർക്കുള്ളതാണ് സ്വർഗം, മുത്തഖീങ്ങൾക്കുള്ളതാണ് സ്വർഗം. താന്തോന്നിത്തം നടത്തി ചട്ടമ്പികളായി ആളുകളെ പറ്റിച്ചും
ആളുകളെ പ്രയാസപ്പെടുത്തിയും ജീവിക്കുന്ന ആളുകൾക്കുള്ളതല്ല സ്വർഗം. സ്വർഗം മുത്തഖീങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരോട് ചേർന്ന് നിൽക്കുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. ദുനിയാവ് മുഅ്മിനീങ്ങൾക്ക് ജയിലാണ്. പല പരിമിതിയുണ്ട്, പലതും വേണ്ടാന്ന് വെക്കേണ്ടി വരും, പല സന്തോഷങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ അവന്റെ ജീവികൾക്ക് സന്തോഷം നൽകുന്ന, സുഖം നൽകുന്ന പലതിലും അവന് പരിമിതികൾ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. അവനൊരു ജയിൽ പുള്ളിയെ പോലെ അവനൊരു കൃത്യനിഷ്ഠത ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. അവൻ എഴുന്നേൽക്കേണ്ടടുത്ത് എഴുന്നേൽക്കേണ്ടവനാണ്. അവനോട് പറഞ്ഞിടത്താണ് അവന് കിടക്കേണ്ടതും ഉറങ്ങേണ്ടതും. അവന് ജീവിക്കാൻ ഒരു ശൈലി ഇസ്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ജയിൽ പുള്ളിക്ക് ഒരു തടവറയിൽ ഉണ്ടാകുന്ന പോലുള്ള ഒരു സിസ്റ്റം മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവൻ സർവ്വസ്വതന്ത്രനല്ല. അവൻ ഇസ്ലാമിലേക്ക് അവൻ കടന്നു വരണമെന്ന് ഒരു നിർബന്ധവും ഇസ്ലാമിലില്ല. ഒരു നിർബന്ധം, മതത്തിൽ ബലാത്കാരമില്ല. ഇതിലേക്ക് വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ ഇതിലേക്ക് വന്നാൽ ചില നിർബന്ധങ്ങളുണ്ട്. ആ നിർബന്ധങ്ങൾ പാലിക്കുന്നവൻ ഇതിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ആ നിർബന്ധങ്ങൾ പാലിക്കാതെ ഇതിൽ വന്നു എന്ന് പറയുന്നവന് രണ്ടും നഷ്ടപ്പെടും. രണ്ടുമില്ലാത്തവനായിട്ട് അവൻ മാറും. ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് ഒരു ഓരത്ത് പിടിച്ച് ദീനിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ. അവർക്ക് വല്ല ഖൈറും വന്നാൽ അവർ അതുമായിട്ട് അങ്ങനെ ജീവിക്കും. അവർക്ക് വല്ല പ്രതിസന്ധിയും വന്നാൽ, വല്ല പ്രയാസവും വന്നാൽ അവർ അല്ലാഹനെ കൈവിടും. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഖസിറ ദുനിയ വല്ലാഖിറ. അവർക്ക് ദുനിയാവും നഷ്ടമാണ്, ആഖിറവും നഷ്ടമാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് എന്നോട് നിങ്ങളോട് പറയുന്നു, നമ്മളൊക്കെ ദീനിലുണ്ട്. പക്ഷെ ദീനിലില്ലാത്ത ആളുകളുടെ എല്ലാം നമ്മളോടൊപ്പമുണ്ട്. അവർ ചെയ്യുന്ന എല്ലാ ഹറാമുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അവർക്ക് അല്ലാഹു ഇലാഹിൽ മറ്റുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മളും ചിലപ്പോൾ മറ്റുള്ള ആളുകളിലേക്ക് അവലംബിക്കുന്ന തകർന്നുപോയ വിശ്വാസമാണ് നമ്മളതൊക്കെ ഉള്ളത്. ഒരു രോഗം വന്ന് 5-10 ഡോക്ടർമാരെ ചികിത്സിച്ച് മാറുന്നില്ല എന്ന് കാണുമ്പം എവിടെന്നെങ്കിലും വന്ന ഒരു അയൽവാസിയായ ഒരു മനുഷ്യന്റെ വായിന്ന് വരികയാണ്, ഈ രോഗം ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൾക്കുണ്ടായിരുന്നു, അയാൾ ഇതാ ഇന്ന ദീർഘയിൽ പോയി, ഇന്ന പൈസ കൊടുത്തു, അവിടുന്ന് ഒരു വെള്ളം കിട്ടി, അല്ലെങ്കിൽ അവിടുന്ന് ഒരു നൂല് കിട്ടി, അല്ലെങ്കിൽ അവിടുന്ന് ഒരു മരുന്ന് കിട്ടി, അവിടുന്ന് ഒരു സേവ നടത്തി. അപ്പൊ എൻ്റെ കുടുംബത്തിലുള്ള ആളത് മാറി. വിശ്വാസിയായ മനുഷ്യന്മാരെന്ത് ചെയ്യും? 10-15 വർഷം ഈ രോഗവുമായി കെട്ടിമറിഞ്ഞ് ക്ഷമ നശിച്ച് നിരാശരായി ജീവിക്കുന്ന ആളുകൾക്ക് ഒരു കച്ചിത്തുരുമ്പറ്റത് അയാളെ പ്രേരിപ്പിക്കും, അയാളെ എന്താ പറയുക, അയാളെ സ്വാധീനിക്കും. എന്നാൽ പിന്നെ നമുക്ക് അവിടെ പോവുക, എങ്ങനെയെങ്കിലും ഇത് മാറട്ടെ എന്ന് അവരുടെ ഭാര്യ പറയും. അല്ലെങ്കിൽ അയാൾക്ക് തോന്നും, ആരും അറിയണ്ട, നമുക്കൊന്ന് അവിടെ പോയി നോക്കാം. അത്രയേ ഉള്ളൂ നമ്മുടെ എല്ലാം കാര്യം. എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ മറ്റുള്ള ആളുകൾ വിശ്വസിക്കുന്നത് പോലെ നമ്മൾ ഒരു മതത്തിൽ വിശ്വസിച്ചിരിക്കുന്നു. മറ്റുള്ള ആളുകളോടൊപ്പം നമ്മൾ എല്ലാറ്റിലുമുണ്ട്. പത്രദ്വാര നമ്മൾ കാണുന്ന എന്താ പറയുക, വെറുക്കപ്പെട്ട പല വാർത്തകളിലും പ്രവാചകന്റെയും സഹാബാക്കളുടെയും പേരുകളിട്ട മനുഷ്യന്മാരാണ് പത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് വിദ്യ നൽകേണ്ട അധ്യാപികമാരാണ് തോന്നിവാസങ്ങൾക്കും ഈ മാരകമായ ലഹരികൾക്കും മുന്നിൽ നിൽക്കുന്നതും കച്ചവടക്കാരാകുന്നതും. എവിടേക്കാണ് ഈ വേലി തന്നെ വിളതുന്നു എന്ന് പറയുന്നത് പോലെ ആരെയാ നമ്മൾ ഇനി വിശ്വസിക്കുക? ഇവിടെയാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ ഹുക്കൂമ, യഥാർത്ഥ ഹാക്കിം റബ്ബാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? നിയമപാലകർ പലതിനും കൂട്ടുനിൽക്കുന്ന ഒരു കാലം. അധ്യാപകരായ ആളുകൾ വിദ്യാർത്ഥികൾക്ക് വിദ്യ നൽകേണ്ടതിന് പകരം വിദ്യാർത്ഥികൾക്ക് അപകടകരമായ ഈ മാരകമായ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന കാരിയേഴ്സായി ജീവിക്കുന്ന ഒരു കാലം. എവിടെയാ നമുക്ക് എന്റെ മക്കളെ നിങ്ങൾ നോക്കണേന്ന് ഏൽപ്പിക്കുക? എവിടെയാണ്, ആരെയാണ് നമ്മൾ ഏൽപ്പിക്കുക? അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലുപ്പം സത്യവിശ്വാസികൾക്ക് മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിറങ്ങിയ ഈ ആയത്തിന്റെ ഒരു പശ്ചാത്തലം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? കബളിപ്പിക്കാൻ ആർക്കും കഴിയും? പ്രവാചകനെ വരെ അവർ കബളിപ്പിച്ചു. അപ്പോഴേക്കും ആയത്ത് വന്നു. അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗുണദോഷിച്ചു. പലപ്പോഴും ആളുകൾ സത്യത്തിനു വേണ്ടിയും അന്യായത്തിനു വേണ്ടിയും, നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ, കുടുംബത്തിന്റെ പ്രശ്നമായിരിക്കും, കച്ചവടക്കാരുടെ പ്രശ്നമായിരിക്കും, അതിർത്തി പ്രശ്നങ്ങളായിരിക്കും, സംഘടനാ പ്രശ്നങ്ങളായിരിക്കും, രാഷ്ട്രീയമായിരിക്കും. ചില ആളുകൾക്ക് ഇതെല്ലാം മത്ത് പിടിച്ചതുപോലെ വമ്പിച്ച ഹിസ്ബിയത്തിലായിരിക്കും അവർ, കക്ഷിത്വത്തിലായിരിക്കും അവർ. എതിർ പാർട്ടി എത്ര നന്മ ചെയ്താലും അത് നന്മയല്ലാതെ അവർക്ക് തോന്നും. എതിർ കക്ഷി എത്ര നല്ലവനായാലും
ഒരിക്കലും അവനിൽ ഗുണം മറ്റുള്ള ആൾ കാണില്ല. നമ്മുടെ സ്വന്തം കക്ഷിയായ ബാപ്പ വരെ മോശക്കാരനായാലും ബാപ്പാക്ക് കാവലിരിക്കാനാണ് നമുക്ക് താല്പര്യം. ഖുർആൻ പറഞ്ഞു, കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാ ലില്ലാഹ് വലൗ അലാ അൻഫുസികും. നിനക്കെതിരെയാണെങ്കിൽ പോലും നീ എന്ത് ചെയ്യരുത്? അന്യായത്തിന് കൂട്ടു നിൽക്കരുത്. അവിൽ വാലിദൈനി വൽ അഖറബീൻ. എതിർ കക്ഷി നിന്റെ മാതാപിതാക്കളായാലും ശരി, കുടുംബക്കാരായാലും ശരി, നീ നീതിയിൽ വർത്തിക്കണം. അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് നൽകിയ വമ്പിച്ച ഒരു സാരോപദേശമാണത്. നമ്മളെപ്പോഴും ഇമാമുകളാണെങ്കിൽ, നേതാക്കന്മാരാണെങ്കിൽ, ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി. അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗങ്ങളിൽ ആദ്യമായി എണ്ണിയത് ഇമാമുൻ ആദിലാണ്. ആദിലായ ഒരു ഇമാം, നീതിമാനായ ഒരു നേതാവ്, അതാകാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവർ, മക്കൾ ഒന്നിലധികമുള്ള ആളുകൾക്ക് എല്ലാ മക്കളോടും നീതിതുല്യം വർത്തിക്കാനായിട്ട് സാധിക്കും. നിറമുള്ളവനും പഠിപ്പുള്ളവനും പണമുള്ളവനും നമ്മുടെ മക്കളിൽ ഉണ്ടാകും. അവനൊരു പ്രത്യേക സ്ഥാനം, അവനൊരു പ്രത്യേക കീർത്തി, എല്ലാ സമയത്തും അവനെ പറ്റിയുള്ള വർത്താനം, അവന് വേണ്ടി മാത്രം പ്രാർത്ഥന. പണിയില്ലാത്ത ദുർബലനായ വരുമാനം കുറവുള്ള മകനെ എന്തോ മോശക്കാരനായിട്ട് കാണുന്ന ചിന്താഗതി പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമുക്ക് പാടില്ല. മാർക്ക് വാങ്ങുന്ന കുട്ടികളോട് പ്രേമം, മാർക്കില്ലാത്ത കുട്ടികളോട് ശൗര്യം, ചില ആളുകളെ, ഭംഗിയുള്ള കുട്ടികളെ ചേർത്ത് പിടിക്കലും കൊണ്ടു നടക്കലും, ദുർബലന്മാരായ വൈകല്യമുള്ള ആളുകളെ മൂലക്കിരിക്കൽ, ഇതൊക്കെയും ഒരു മുസ്ലിമായ രക്ഷിതാവിന് പാടില്ല. അവൻ ആദിലായ രക്ഷിതാവാണെങ്കിൽ ഒരിക്കലും അവന് സാധ്യമേയല്ല. അള്ളാഹുവിന്റെ അർശിന്റെ തണൽ അയാൾക്ക് കിട്ടുന്ന പ്രശ്നമില്ലെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇനിയോ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിൽ ഉദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പല കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ മാറുക. നമ്മുടെ പഴയ ആളല്ലേ അത്, പണ്ടേ എൻ്റെ കൂടെ ഉള്ള ആളാണ്. ഞാൻ പണ്ടൊരു പ്രശ്നത്തിൽ വന്നപ്പോൾ എൻ്റെ കൂടെ നിന്നോനാണ്. എൻ്റെ സാമ്പത്തികമായി ഞാൻ കുടുങ്ങിയ സമയത്ത് എന്നെ സഹായിച്ചവനാണ്. അയാളാണ് ഒന്നുമല്ലാത്ത എന്നെ ഈ പദവിയിലെത്തിച്ചത്, എന്നെങ്ങനെ നന്നാക്കി വലുതാക്കി കൗൺസിലറാക്കിയത്, അല്ലെങ്കിൽ നേതാവാക്കിയത് എന്നൊക്കെ മാനദണ്ഡത്തിൽ ഇയാൾ ചെയ്യുന്ന ഏതിനും എന്ത് ചെയ്യും? ഇയാൾ സമരസപ്പെട്ട് നിന്ന് കൊടുക്കും. ഖുർആൻ പറഞ്ഞു സൂറത്തുൽ മുഅ്മിനൂൻ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ആരാണ് വിജയിച്ചവർ? വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്നവരാണവർ. അനാവശ്യമായ കാര്യങ്ങളിൽ നിങ്ങൾ തലയിടണ്ട. നിങ്ങളോട് പറഞ്ഞു നല്ലത് പറയുക, ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, നീതിയുടെ പക്ഷത്ത് നിൽക്കുക. എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പ്രിയപ്പെട്ടവരെ, നീതിയിൽ നിൽക്കുക എന്നുള്ളത്. നമസ്കാരങ്ങൾ വരെ നിർത്തിക്കളയുന്ന ആൾക്കാരുണ്ട്. ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ അയാൾ വരുന്ന പള്ളിയിൽ ഞാൻ വരില്ല, അല്ലേ? കല്യാണങ്ങൾ ബഹിഷ്കരിക്കുന്ന ആളുകളുണ്ട്. നീതിതുല്യം വർത്തിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അതിൻ്റെ പേരിൽ ഒറ്റപ്പെടുന്ന ആളുകളുണ്ട്. കുടുംബത്തിൽ നിന്ന് അകന്നു പോകുന്ന ആളുകളുണ്ട്. അയാൾ നീതിയിലായിരിക്കും, അയാൾ ഹക്കിലായിരിക്കും, എന്നാലും അയാൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, അത് ഒരു കള്ളക്കേസുകൾ കൊടുക്കുന്ന ആളുകളുണ്ട്. കേസുകളൊക്കെ കോടതിയിൽ വരുമ്പം ഏറ്റവും നല്ല ഫീസ് കൂടിയ വക്കീലാരൻ? നടക്കാത്ത സംഭവം നടന്നു എന്ന് തെളിയിക്കുന്നവരാ ഇന്നത്തെ വക്കീൽ, അല്ലേ? ഏതാ ഈ വക്കാലത്ത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതിനുവേണ്ടി നമ്മൾ കള്ളക്കേസിൽ നമ്മൾ റെഡിയാണ്. നമ്മുടെ കക്ഷി വിജയിക്കാൻ, നമ്മുടെ സൈഡ് സത്യമായി ജഡ്ജിക്ക് ബോധ്യപ്പെടാൻ ഏത് കള്ളത്തരവും എഴുതി കൊടുക്കാനും അതിൽ ഒപ്പ് ചേർക്കാനും അതിലെല്ലാ കള്ളക്കളികൾ കളിക്കാനും പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെയും റെഡിയാണ്. ഇവിടെയാണ് നമ്മൾ എല്ലാവരും അസത്യത്തിനും അനീതിക്കും പക്ഷം ചേരുന്നവരുടെ കാര്യം വല്ലാത്ത കഷ്ടമായിരിക്കും പരലോകത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത് മുസ്ലിങ്ങൾക്കിടയിൽ ഇന്ന് തീർപ്പ് കൽപ്പിക്കപ്പെടാത്ത എത്ര പ്രശ്നങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. കുടുംബത്തിലുണ്ട്, മക്കൾ തമ്മിലുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ട്, കുടുംബിനികൾ തമ്മിലുണ്ട്. പലപ്പോഴും പല പ്രശ്നങ്ങളിലും സമൂഹം ഇടപെടാത്തതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർ ആത്മഹത്യയിലേക്കും ഒളിച്ചോട്ടങ്ങളിലേക്കും ഒക്കെ എത്തുന്നതിൻ്റെ പിന്നിൽ അതിനെ കൃത്യമായി പോസ്റ്റ്മോർട്ടം ചെയ്താൽ ആ പോയിരിക്കുന്ന ആള് മാത്രമായിരിക്കില്ല പ്രതി എന്നുവരെ കണ്ടെത്താൻ സമൂഹത്തിന് സാധിക്കും. ഇപ്പൊ കണ്ടെത്തിയിട്ട് കാര്യമില്ല. നമ്മൾ അറിയണം, കുടുംബം അറിയണം, രക്ഷിതാക്കൾ അറിയണം, സഹോദരങ്ങൾ അറിയണം. തൻ്റെ സഹോദരി അല്ല തൻ്റെ സഹോദരൻ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പോലെ ആയിരിക്കില്ല അവരുടെ ഉള്ളുകള്ളികൾ. അവരുടെ പ്രതിസന്ധികൾ എന്താണെന്ന് അറിയണം. അവരെ സമൂഹം വലയം ചെയ്യണം. സമൂഹം അവർക്ക് പരിരക്ഷ നൽകണം. കുടുംബവും അയൽവാസികളും സന്തോഷങ്ങൾ അവർക്ക് നൽകണം. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് സൗഹൃദത്തിൻ്റെ വലയങ്ങൾ സൃഷ്ടിക്കാൻ മുസ്ലിങ്ങളായ ആളുകൾ തയ്യാറാകണം. ഇതൊക്കെയും നീതിയുടെ ഒരു ഭാഗമാണ് പ്രിയപ്പെട്ടവരെ.
അതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് പരസ്പരം, ഖുർആൻ പറഞ്ഞില്ലേ കാനന്നാസു ഉമ്മത്തൻ വാഹിദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എന്താ പറയുക, ആയിരക്കണക്കിന് ആയത്തുകളിൽ മുസ്ലിം സമുദായത്തിന്റെ കണ്ണ് തുറപ്പിക്കുന്ന ആയത്താണിത്. കാനന്നാസു ഉമ്മത്തൻ വാഹിദ ഫബഅതല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീൻ. ആദിയിൽ മനുഷ്യരാശി ഒറ്റ സമുദായമായിരുന്നു. കാനന്നാസു ഉമ്മത്തൻ വാഹിദ ഫബഅതല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീൻ. പിന്നീട് അവർക്കിടയിൽ ഭിന്നതകൾ ഉണ്ടായപ്പോൾ അവരുടെ ഹൃദയാന്തരാളങ്ങളിൽ മുന്നറിയിപ്പ് നൽകുന്നവനായിക്കൊണ്ട് അല്ലാഹു എന്ത് ചെയ്തു? അമ്പിയാക്കളെയും വേദഗ്രന്ഥങ്ങളെയും ഇറക്കി. ഫബഅതല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീൻ വഅൻസല മഅഹുൽ കിതാബ ബിൽ ഹഖ്. ഖുർആനിൽ ആ ആയത്ത് അവസാനം ഇങ്ങനെ പറയാണ്, എന്താ പറയുന്നത്? ബഅയം ബൈനഹും. അവർക്കിടയിൽ പിന്നീട് അവർ വീണ്ടും ഭിന്നിച്ചു. എന്തായിരുന്നു? ബഅയം ബൈനഹും. അവർക്കിടയിലുള്ള കിടമത്സരമായിരുന്നു. നമ്മളെല്ലാവരും സൂക്ഷിക്കണം. ഏതൊരു പ്രശ്നത്തിലും അതിന് മൂർച്ച കൂടുന്നതും അവിടെ അന്യായങ്ങൾ പ്രവർത്തിക്കുന്നതും കണ്ണിച്ചോരയില്ലാത്ത വിധം, മനസ്സാക്ഷി കുത്തില്ലാത്ത വിധം ഏറ്റവും മോശമായ അധർമ്മങ്ങൾ നമ്മൾ ചെയ്തു പോകുന്നതിൻ്റെ പിന്നിൽ എന്താ? ബഗയം ബൈനഹും. അവർക്കിടയിലുള്ള കിടമത്സരം. ഓൻ അങ്ങനെ ഞാൻ വിടൂല, ഓൻ അത് ചെയ്താൽ ഞാൻ മറ്റേത് ചെയ്യും എന്ന് പറഞ്ഞ് ഇത് തന്നെയായിരുന്നു മുസ്ലിം സമുദായത്തിന്റെ ഭിന്നിപ്പിന്റെ പിന്നിൽ ഉണ്ടായിരുന്നത് എന്ന് ഖുർആനിലെ പറയുന്നത്, പ്രിയപ്പെട്ടവരെ. അപ്പൊ ഈ ബഗയം ബൈനഹും, പരസ്പരം ഈ മത്സരം, കിടമത്സരം കാരണമായിരുന്നു അത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇനി മറ്റൊരു കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ആളുകൾ പലപ്പോഴും കാര്യങ്ങളുടെ മുന്നിൽ കണ്ണടക്കുന്ന ഒരു സമീപനമുണ്ട്. ആരും ഒന്നിലും ഇടപെടുന്നില്ല. കമ്പാർട്ട്മെന്റ് വൽക്കരിക്കപ്പെട്ടു. അവിടെയാണ് അന്യായങ്ങൾ പിറക്കുന്നത്. ആരും ഒന്നിലേക്കും ഇറങ്ങാതാകുമ്പോൾ എല്ലാവരെയും ചൂഷണം ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. എനിക്ക് എൻ്റെ ബാപ്പയും ഉമ്മയും മതി എന്നെ ഉപദേശിക്കാൻ, ആ എളാപ്പയും മൂത്താപ്പയും കുടുംബക്കാരും എന്നെ ഉപദേശിക്കണ്ട എന്ന് പറയുന്നിടത്തേക്ക് ചുരുങ്ങിയിട്ട് ആ മാതാപിതാക്കളെ വഞ്ചിച്ചും പറ്റിച്ചും മറ്റു തോന്നിയാസങ്ങളിൽ ഏർപ്പെടുന്ന മക്കളില്ലേ? ഇവിടെയൊക്കെയും സംഭവിക്കുന്ന എന്താ? നീതിതുല്യം വർത്തിക്കുന്നിടത്ത് ഇവരെന്ത് ചെയ്യുന്നു? അട്ടിമറികൾ നടത്തുകയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും സൂക്ഷിക്കുക. അന്ധത എന്നത് നമ്മുടെ ഹൃദയങ്ങൾക്ക് ബാധിക്കുക. ഖുർആൻ പറഞ്ഞു, ഇന്നഹാ ലാ തഅമൽ അബ്സാർ. നിശ്ചയമായും അന്ധത ബാധിക്കുക നിങ്ങളുടെ കണ്ണുകൾക്കല്ല, വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ് സുദൂർ. ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിക്കുക. നിങ്ങൾ പോലും ഇപ്പൊ എന്നെ നോക്കി നിൽക്കുമ്പോൾ മിമ്പറിലേക്ക് ഖുതുബ പറയുന്ന ഒരു ഖത്തീബിനെ കാണാതെ എന്നെ നോക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവും. അവരുടെ മനസ്സ് കച്ചവടത്തിലായിരിക്കും, അവരുടെ മനസ്സ് ഉച്ചഭക്ഷണത്തിലായിരിക്കും, അവരുടെ മനസ്സ് വീട്ടിലായിരിക്കും, മക്കളുടെ അടുക്കലായിരിക്കും, അവരുടെ മനസ്സ് വിദേശത്തെ സ്ഥാപനത്തിലായിരിക്കും, അവരുടെ മനസ്സ് ഖുതുബ കഴിഞ്ഞാൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങളിലായിരിക്കും. ഇന്നഹാ ലാ തഅമൽ അബ്സാർ. അന്ധത ബാധിക്കുക കണ്ണുകൾക്കല്ല, വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ് സുദൂർ. നെഞ്ചകത്തുള്ള ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിക്കുക. ഈ അന്ധത പ്രിയപ്പെട്ടവരെ എല്ലാവരെയും തകർക്കുന്നതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മുടെ മുന്നിൽ പല പ്രശ്നങ്ങളും വരും. ഒന്നുകിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ മോശമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണവർ എന്ന് പറഞ്ഞ് ധർമ്മനിഷ്ഠ പാലിക്കാതെ മാറി നിൽക്കാനല്ല, ധർമ്മനിഷ്ഠ പാലിക്കേണ്ടിടത്ത് ഇടപെടുക തന്നെ വേണം. അവിടെ കോംപ്രമൈസിങ്ങിന് നമ്മൾ പോകണം. അവിടെ ഷഹാദത്തിന് സാക്ഷ്യം പറയാൻ നമ്മൾ ഉണ്ടാകണം. അവിടെ സുൽഹ് നടത്താൻ നമ്മൾ വരണം. നമ്മൾ നിൽക്കുന്ന പാഥേയം, നമ്മൾ നിൽക്കുന്ന സ്ഥാനം ഹക്കിന്റെ സ്ഥാനമായിരിക്കണം. അങ്ങനെ സത്യസന്ധമായി വർത്തിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الإنسان ما لم يعلم أيها الناس اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും നമ്മുടെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളിൽ നീതിയിൽ നിലകൊള്ളുവാനും ശ്രദ്ധിക്കണമേ എന്ന് നമ്മളെല്ലാവരും ഒരിക്കൽ കൂടി അതിനുവേണ്ടി ശ്രദ്ധ ചെലുത്തണമേ എന്ന് നിങ്ങളോടെല്ലാവരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ഇതിലേക്ക് വരും. അവിടെയൊക്കെയും നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മുടെ നിലപാട് എന്താണ് എന്ന് ശ്രദ്ധിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ പ്രശ്നങ്ങൾക്ക് വരുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്തൊരു അയൽവാസി വരെ വരുന്നത് നമ്മളുടെ റോൾ നമ്മൾ നിർവഹിക്കുന്നുവോ എന്ന് അള്ളാഹു പരിശോധിക്കാനാണ്. നമ്മുടെ കുടുംബത്തിൽ ഒരു രോഗി ഉണ്ടാകുന്നത്, ആ രോഗിയെയല്ല അള്ളാഹു പരിശോധിക്കുന്നത്. ആ പരീക്ഷണം രോഗിയിൽ മാത്രം ഒതുങ്ങുന്നില്ല പ്രിയപ്പെട്ടവരെ. ആ രോഗിയുമായി ബന്ധപ്പെട്ട ആളുകൾ
അവരുടെ റോളുകൾ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ്. സമൂഹത്തിൽ ഒരു പ്രശ്നമുണ്ടാകും, ഒരു മഹല്ലിൽ ഒരു വിഷയമുണ്ടാകും. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടമോ മാത്രമല്ല പ്രശ്നങ്ങൾ. ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന മാനസികമായ അകൽച്ച വരെ ഒരു സമൂഹത്തിൻ്റെ പ്രശ്നമാണ്. അവിടെ സമൂഹം മഹൽ എങ്ങനെ ഇടപെട്ടു, അവിടെ കൂട്ടുകാരും കുടുംബക്കാരും എങ്ങനെ ഇടപെട്ടു, അവിടെ ആർക്കാണ് ക്ഷതം എന്നത് അവർ കൃത്യമായി മനസ്സിലാക്കിയോ? എല്ലാവരും കണ്ണു ചുമ്പി പദവിയും പത്രാസുമുള്ള ആളെ വിശ്വസിച്ച് മറ്റേ ആളുടെ സത്യത്തെ നമ്മൾ മണ്ണിട്ട് മൂടിയോ? ഇതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കുന്നതാണ്. അവിടെയൊക്കെയും പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനാണ്. നേരത്തെ ഖുർആനിൽ പറഞ്ഞതുപോലെ അവർ മീറ്റിംഗ് കൂടിയതൊന്നും അള്ളാഹു ഉണ്ടായിരുന്നു. അവർ തീരുമാനിക്കാൻ പോകുന്ന ചതിയിൽ അള്ളാഹു കൃത്യമായി അറിയുന്നവനായിരുന്നു. എല്ലാം, നമ്മുടെ കണ്ണുകളുടെ കട്ടുനോട്ടം വരെ, നമ്മളെ എവിടെ, അത് എല്ലാ അർത്ഥത്തിലും കറക്റ്റാണ്. ഹൃദയങ്ങളിൽ ഉണ്ടാകുന്ന ചാഞ്ചല്യങ്ങൾ, ഒരു വിശുദ്ധനായ മനുഷ്യനെ അവൻ്റെ ഹൃദയത്തിൽ ഒരു പുഴുക്കുത്തുണ്ടാക്കാൻ, കറുത്ത പുള്ളി ഉണ്ടാക്കാൻ ഒരു സ്ത്രീക്ക് സാധിക്കും, ഒരു കറൻസിക്ക് സാധിക്കും, ഒരു പൈസക്ക് സാധിക്കും, ഒരു മ്യൂസിക്കിന് സാധിക്കും. അവിടെയൊക്കെയും അവൻ്റെ ചാഞ്ചല്യം എങ്ങോട്ടാണ് എന്ന് പരിശോധിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കുന്ന ഓരോ സന്ദർഭങ്ങളായിരിക്കും. അവിടെയൊക്കെയും നമ്മൾ സൂക്ഷ്മതയോടുകൂടി വർത്തിക്കുക. പദവികളും പണവും നമ്മളെ ഒരിക്കലും സഹായിക്കില്ല. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. മുതലും മക്കളും നിങ്ങളുടെ ദുനിയാവിലെ അലങ്കാരങ്ങൾ മാത്രമാണ്. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ ഖൈറുൻ അമല. അവിടെ നമ്മുടെ കൂടെ ഉണ്ടാകുക അമല സ്വാലിഹാത്തുകൾ മാത്രമായിരിക്കും. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യവും കൂടി പറയുകയാണ്. നമ്മൾ ഖുതുബയിൽ ശ്രോതാക്കൾക്ക് ഉച്ചരിക്കാൻ പറ്റിയ സന്ദർഭം ഏതൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന്, പ്രാർത്ഥനാപരമായി ഒരു ദുആ നിങ്ങൾ കേട്ടാൽ, ഒരു പ്രാർത്ഥനയെ പ്രഖ്യാപിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന ഖത്തീബ് പ്രാർത്ഥിച്ചാൽ ആമീൻ പറയുകയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ അതിന് സലാത്ത് ചെല്ലുകയും, അത് നമ്മുടെ എല്ലാവരുടെയും ശ്രോതാക്കളുടെ ബാധ്യതയാണ്. ഒരു മുജാഹിദ് പള്ളിയല്ലേ, അവിടെ അത് ഉണ്ടാവില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്. റസൂലുള്ളാഹിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കേൾക്കുമ്പോൾ സലാത്ത് ചെല്ലിയാൽ അവർക്ക് 10 അതിൻ്റെ അപ്പുറത്തുമാണ് പ്രതിഫലം. അള്ളാഹു നമ്മെ എല്ലാവരെയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, കർമ്മനിരതരായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സത്യസന്ധരായി നിലകൊള്ളുന്ന, നീതിയിൽ വർത്തിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസങ്ങളിലും പരീക്ഷണങ്ങളിലും പെട്ട ഒരുപാട് ആളുകളുണ്ട് പ്രിയപ്പെട്ടവർ. കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന ആക്സിഡൻറ്റുകൾ, അതിൽ മരണപ്പെട്ട ആളുകൾ, അതേപോലെ തന്നെ കഴിഞ്ഞ നമ്മളൊക്കെ അറപ്പുളവാകുന്ന രൂപത്തിൽ കേട്ട വാർത്തകളിൽ നഷ്ടം സംഭവിച്ച ആളുകൾ, അല്ലേ? ആളുകൾക്കിടയിൽ അപമാനിതരായി പോയ ആ യുവാവടക്കമുള്ള പല ആളുകളും പലതരം പരീക്ഷണങ്ങൾ ആർക്കും ഒരിക്കലും താങ്ങാനാവാത്തതാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ബഖറയിലെ അവസാനത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലൽ ലദീന മിൻ ഖബലിനാ. പിന്നത്തെ പദം എന്താ? റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി. അല്ലാഹുവേ, താങ്ങാനാവാത്ത പരീക്ഷണങ്ങളെ എനിക്ക് തരല്ലേ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. താങ്ങാനാകുന്ന പരീക്ഷണവും ആകാത്തതുണ്ട്. എന്ന് പറഞ്ഞാൽ ചില പരീക്ഷണങ്ങൾ ചിലപ്പോൾ നമുക്ക് എന്താകൂല, ചിലപ്പോൾ അതിൽ നമ്മളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഒരു ഫോണ് വീണ് പൊട്ടിപ്പോയാൽ ഫോണില്ലാതെ ജീവിക്കാൻ കഴിയും. അങ്ങനെ ഓരോന്നും. എന്നാൽ താങ്ങാനാകാത്തതുണ്ട് പ്രിയപ്പെട്ടവരെ. അങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു കിടക്കുന്നത്. നിങ്ങൾ നോക്കിയേ, അള്ളാഹു നമുക്കൊന്നും അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നൽകാതിരിക്കട്ടെ. അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലത് അള്ളാഹു പകരം നൽകുമാറാവട്ടെ. അള്ളാഹു എല്ലാ ആളുകൾക്കും സൽബുദ്ധി നൽകുമാറാവട്ടെ. അനർത്ഥങ്ങളും അന്യായങ്ങളും അനീതികളും അപമര്യാദകളും ചെയ്യുന്ന യുവതികളെയും യുവാക്കളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സന്മാർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാവട്ടെ. അവർ ചെയ്ത പോരായ്മകൾ അള്ളാഹു ഓർത്തു കൊടുക്കുമാറാവട്ടെ. ജീവിതത്തിൽ, സമൂഹത്തിൽ, കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, പെരുകി വരുന്ന ഈ തിന്മകളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾ അള്ളാഹു സ്വാലിഹീങ്ങളായി വളർത്താനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. ഹൃദയങ്ങളിൽ വാശിയും വീറും മത്സരബുദ്ധിയും നൽകാതെ ഏറ്റവും വിനയാന്വിതരായി ജീവിക്കുന്ന സൽക്കർമ്മകാരികളിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات رب ارحمهما كما ربياني صغيرا رب ارحمهما كما ربيانا صغارا. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ പ്രിയപ്പെട്ട പ്രിയങ്കരായ മാതാപിതാക്കൾക്ക് സ്വർഗ്ഗം നൽകുമാറാവട്ടെ. അവർക്ക് ആഫിയത്ത് നൽകുമാറാവട്ടെ.
അവരുടെ എല്ലാവിധ രോഗങ്ങൾക്കും അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അവരുടെ സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹു ഉന്നതമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അവരുടെ ഖബറിടവും അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും കുടുംബക്കാർക്കും ഇണകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ഹിദായത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم انا نسالك الجنه ونعوذ بك من النار. اللهم انا نعوذ بك من عذاب جهنم ومن عذاب القبر ومن فتنه المحيا والممات ومن فتنه المسيح الدجال. ربنا آتنا في الدنيا حسنه وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آله